ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഏറെ ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠർ, പരിശുദ്ധമാകുന്ന ഈ ദേവാലയത്തിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടിയും ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു സമാധാനം ആശംസിക്കുകയാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പാദസ്പർശം ഏറ്റതും ആ പുണ്യപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തെ സംസാരിക്കുവാൻ ബലഹീനദാസനാകുന്ന എനിക്ക് അവസരം ലഭിച്ചത് ദൈവകൃപയെന്ന് കണ്ട് ദൈവത്തിൽ മാത്രം ഞാൻ ശരണപ്പെടുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതി സഭയുടെ ആണ്ടടക്കമുള്ള ആരാധന ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ആയിരിക്കുന്നത് ഇന്ന് മായൽത്തോ പെരുന്നാളിലാണ്. മായൽത്തോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം പ്രവേശനം എന്നതാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ പെരുന്നാളാണ് ഇന്ന്. ഇന്നലെ സന്ധ്യയ്ക്കും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ വായിച്ച വേദഭാഗം ലൂക്കോസ് എവങ്കലിസ്തരുടെ സുവിശേഷം 2-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ക്രിസ്തുവിനെ ദേവാലയത്തിൽ മാതാപിതാക്കൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സന്ദർഭമാണ്. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്: മാതാവിൻ്റെ ശുദ്ധീകരണ നാളുകൾ തികഞ്ഞപ്പോൾ മോശയുടെ ന്യായപ്രമാണം പ്രകാരം കടിഞ്ഞൂൽ പുരുഷ പ്രജയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, അവർ ദൈവസന്നിധിയിൽ വിശുദ്ധമായതുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു ന്യായപ്രമാണമുണ്ട്. അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം 40-ാം ദിവസം യേശു കുഞ്ഞുവിനെയും കൂട്ടി മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് വരികയും അവിടെ അവർ പരിചയപ്പെടുന്നു. പടുവൃദ്ധനായ ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുഞ്ഞിനെ കരങ്ങളിൽ ഏറ്റുകൊണ്ട് എൻ്റെ രക്ഷ, എൻ്റെ കണ്ണ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അത് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ്. ഇതാണ് ഈ മായൽത്തോ പെരുന്നാളിൻ്റെ ചിന്തിക്കുന്ന ഏറെ വേദവിചാരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളും ഈ വേദഭാഗവും ഒക്കെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സെദ്ര വായനകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കമിട്ട് നിരത്തുവാൻ തക്കവണ്ണം സാധിക്കും ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന്. ഒന്നാമതായിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും: കാഴ്ചകളെ കൈക്കൊള്ളുന്നവൻ സ്വയം കാഴ്ചയായി സമർപ്പിക്കപ്പെട്ട പെരുന്നാളാണ് ഈ പെരുന്നാൾ. വീണ്ടും ആവർത്തിക്കട്ടെ, കാഴ്ചകളെ കൈക്കൊള്ളുന്നവൻ സ്വയം ദേവാലയത്തിൽ ഒരു കാഴ്ചയായി സമർപ്പിക്കപ്പെട്ട പെരുന്നാളാണിത്. രണ്ടാമതായിട്ട് നമുക്ക് രേഖപ്പെടുത്താം, ന്യായപ്രമാണങ്ങളുടെയും സകല ന്യായപ്രമാണങ്ങളെ ഉറവിടമാകുന്നവൻ ആ ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ആ മുറയനുസരിച്ച് അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ബലിയർപ്പിക്കുവാൻ സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കടന്നു വന്ന പെരുന്നാളാണ് ഇത്. വീണ്ടും നമുക്ക് പറയാൻ തക്കവണ്ണം സാധിക്കും, പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ കൈകളിലേകുന്ന സൃഷ്ടാവ്, കന്യാത്വത്തിലുള്ള തൻ്റെ ജനനത്തെ സംശയിച്ച പടുവൃദ്ധനാകുന്ന ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കരങ്ങളാൽ വഹിക്കപ്പെടുന്ന പെരുന്നാളാണ് ഇത്. സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയാകുന്ന ഒരു മനുഷ്യന്റെ കൈകളിൽ ഇങ്ങനെ എടുത്ത് പിടിക്കപ്പെടുന്ന, വഹിക്കപ്പെടുന്ന പെരുന്നാളാണിത്. സ്വയം അപ്പമായി ചുരുക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ പെരുന്നാളിൻ്റെ അർത്ഥസാംഗത്യം ഇന്ന് നമ്മുടെ പരിശുദ്ധമാകുന്ന കുർബാനയിലും നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തിൽ, ആരാധനയുടെ സാന്നിധ്യത്തിൽ, വിശുദ്ധ കുർബാനയുടെ മധ്യയിൽ പുരോഹിതൻ ഇന്ന് അവനെ കൈകളിൽ വഹിക്കുന്നു. കൈകളിൽ വഹിക്കുക മാത്രമല്ല, വിശ്വാസി സമൂഹത്തിന് അത് വിഭജിച്ച് നൽകുന്നതോടുകൂടി തീർച്ചയായിട്ടും വിശ്വാസി സമൂഹത്തിന് മുഴുവനും ആ ശരീരത്തിൻ്റെ അംശികളാകുവാൻ തക്കവണ്ണം സാധിക്കുകയും ക്രിസ്തുവിനെ യഥാവണ്ണം വഹിക്കുവാൻ തക്കവണ്ണം കഴിയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ മായൽത്തോ പെരുന്നാളിൻ്റെ പ്രധാന സാങ്കത്യവും അവർണ്ണം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കണം. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വഹിക്കുവാൻ, അവൻ്റെ സാക്ഷ്യങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ, ആ പടുവൃദ്ധനായ ആ വയോവൃദ്ധന്റെ മനോഭാവത്തെ പോലെ കാലങ്ങളോളം ദേവാലയത്തിൽ കാത്തിരുന്ന് എൻ്റെ രക്ഷ, എൻ്റെ കണ്ണ് കണ്ടു എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ എല്ലാ ആരാധന അനുഭവങ്ങളും ക്രിസ്തുവിനെ പ്രാപിക്കുവാൻ,
അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവും കൊണ്ടും പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ പെരുന്നാൾ നൽകുന്നു. നല്ലൊരു കാവൽ ഹൃദയമുള്ളവനായ ദേവാലയത്തിൽ വസിച്ച ശമോൻ പിതാവിനെ പോലെ തീർച്ചയായും ഈ പകൽക്കാലത്തെ ഈ വചന ശുശ്രൂഷയും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവജനമേ, ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് ചേർന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല കാവൽ ഹൃദയമുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കാവൽ ഹൃദയമുള്ള മനുഷ്യനെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും കാവൽക്കാരനോ പട്ടാളക്കാരൻ്റെ ചിത്രമൊക്കെ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടുള്ളത് മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാകാം. അദ്ദേഹം പട്ടാള ഉദ്യോഗസ്ഥനോ ഒരു നിശ്ചിതമായ ഒരു കാവൽക്കാരനെന്നോ നമുക്ക് പറയാൻ തക്കവണ്ണം സാധിക്കുകയില്ല. മറിച്ച് ഇദ്ദേഹത്തെ നാം പരിചയപ്പെടുന്നത് യേശു തമ്പുരാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഉപമയിലാണ്. ഉപമയിൽ വ്യക്തമായി നമ്മളെല്ലാ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാവൽ നിയോഗം ലഭിക്കുന്ന ഈ കഥാപാത്രത്തെ നാം വേണ്ടുവണ്ണം പരിചയപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഉപമ 1000 തവണ നാം പറഞ്ഞിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഈ സമയം നിങ്ങളൊന്ന് ചിന്തിച്ച് യേശു തമ്പുരാൻ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു 5 ഉപമ മനസ്സിലൊന്ന് ചിന്തിച്ചെടുക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ ചിന്തകളിൽ കടന്നു വരുന്ന ഒരു ഉപമ നിശ്ചയമായി നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഉപമയിൽ ഒന്നാകും. തീർച്ചയായിട്ടും അത്രമേൽ പരിചിതമാകുന്ന ധാർമ്മികമാകുന്ന പാഠങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപമ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്തരുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് എവങ്കേലിസ്തരുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരൊറ്റ ഉപമ മാത്രമേ പറയുന്നുള്ളൂ. അത് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയാണ്. 1000 തവണ നാം കേട്ടിട്ടുണ്ടല്ലേ. അതിലെല്ലാ കഥാപാത്രങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. വിവിധങ്ങളാകുന്ന പ്രബോധനങ്ങൾ ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാവൽ നിയോഗം ലഭിക്കുന്ന ഒരു ചെറിയ കഥാപാത്രം ഉണ്ട്. ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് ആ മനുഷ്യന്റെ വികാരങ്ങളിലേക്കാണ്. ആ മനുഷ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഉപമ പറയപ്പെട്ടിട്ടുള്ള പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ 12 അപ്പോസ്തലന്മാരെയും 70 അറിയിപ്പുകാരെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി പറഞ്ഞയക്കുന്നതായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. ഈ ദൗത്യം ഭംഗിയായി പൂർത്തീകരിച്ച് മടങ്ങി വന്ന അപ്പോസ്തല സമൂഹത്തോടും ജനസമൂഹത്തോടും ക്രിസ്തു നടത്തുന്ന സംവാദം തുടരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ സംവാദ വേളയിലാണ് ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റിട്ട് നമ്മുടെ തമ്പുരാനോട് ചോദിക്കുകയാണ്, ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം? ന്യായപ്രമാണത്തിൽ നിന്ന് യേശു തമ്പുരാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിന് പ്രതികരണമായി അദ്ദേഹം ഉയർത്തുന്ന മറ്റൊരു ചോദ്യമാണ്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് ക്രിസ്തു നൽകുന്ന മനോഹരമായ ഉത്തരമാണ് ലൂക്കോസ് എവങ്കേലിസ്തരുടെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. എന്നെ ഒന്ന് കേട്ടെ. ഈ ഉപമയിൽ ആരാണ് നല്ല കൂട്ടുകാരൻ, നല്ല അയൽക്കാരനായി അവതരിപ്പിച്ചിട്ടുള്ളത്? ആരാ? ശമരിയാക്കാരനാ. അതിന് 2 ഉത്തരമില്ല. എന്നാൽ ഒരു നല്ല കൂട്ടുകാരനായി മാത്രം ഈ ശമരിയാക്കാരനെ ഇവിടെ അവതരിപ്പിക്കുവാനായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഈ ഉപമ 34-ാം വാക്യം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. കാരണം 34-ാം വാക്യം കൊണ്ട് തന്നെ ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടാകേണ്ട സകല സ്വഭാവ ഗുണങ്ങളെ, അവനുണ്ടാകേണ്ട സ്നേഹം, കരുണ, കരുതൽ സകലവും സമുജ്വലയോടുകൂടി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ആ ശമരിയാക്കാരൻ ആ വഴിയമ്പലക്കാരനോട്, ആ സത്ര ഉടമയോട് നടത്തുന്ന സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുള്ള 35-ാം വാക്യത്തിന്റെ പ്രസക്തി? ദൈവജനം ഇന്നീ പകൽക്കാലം നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വേദവചനവും അതുതന്നെയാണ്. ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്തരുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴി അമ്പലക്കാരന് കൊടുത്തു. ഇവന് രക്ഷ ചെയ്യണം, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ചെറിയ കഥാപാത്രം, അത് ശമരിയാക്കാരനേക്കാൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് വഴിയമ്പല ഉടമയാണ്. കാവൽ നിയോഗം ലഭിക്കുന്ന വഴിയമ്പല ഉടമ. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോട് ഗ്രഹിച്ചു വെക്കണം. പ്രിയമുള്ളവരെ, ഈ ഉപമ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. 5 കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഉപമ. മുറിവേറ്റവനും പുരോഹിതനും ലേവ്യനും ശമരിയാക്കാരനും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള സ്വഭാവ ഗുണങ്ങളെ ഭംഗിയായി നിർവഹിക്കുമ്പോൾ
ഈ ഉപമ പറഞ്ഞു തീരുവോളം നിശബ്ദനായി നിഷ്ക്രിയനായി ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ നിലകൊള്ളുന്നൊരു കഥാപാത്രമാണ് ആര്? വഴിയമ്പലക്കാരൻ. ഉപമ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ശമരിയാക്കാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അവൻ വഴിയമ്പലക്കാരൻ എന്നതിൽ മറുപടി പറയുന്ന എന്തെങ്കിലും ഡയലോഗ് അതിൽ ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. നിശബ്ദനായി നിലകൊള്ളുന്ന ഈ നിശബ്ദനായി നിലകൊള്ളുന്ന ഈ വഴിയമ്പലക്കാരനെ ശമരിയാക്കാരൻ തൻ്റെ ആഹ്വാനത്തിൽ കൂടി ഉണർത്തുന്നതാണ് 35-ാം വാക്യത്തിൽ വാഹിക്കുന്നത്. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. തൻ്റെ നിഷ്ക്രിയത്വത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിലേക്ക് ഉണർത്തുന്ന ശമരിയാക്കാരൻ്റെ ആഹ്വാനമാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഈ സമയം നമ്മൾ ഈ വേദവാക്യം എടുത്ത് പഠനത്തിന് വിധേയമാക്കുമ്പോൾ, ഇതിൻ്റെ ഒരു ആത്മീയ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളോട് ബന്ധപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് നമ്മുടെ എല്ലാ വേദനകളിലും എല്ലാ സന്തോഷങ്ങളിലും കൂടെയുള്ള ഒരു ശമരിയാക്കാരൻ. അതാരാണ്? ക്രിസ്തു ആകുന്ന ശമരിയാക്കാരൻ നമ്മുടെ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. നാം അധിവസിക്കുന്ന ഈ ലോകമാകുന്ന വഴിയമ്പലം അല്ലെങ്കിൽ സത്രം, അങ്ങനെയാണ് നമ്മുടെ ഈ ലോക ജീവിത യാത്രയെ പിതാക്കന്മാർ വർണ്ണിക്കുന്നത്. നമ്മുടെ ആരാധന ക്രമങ്ങൾ, പ്രത്യേകിച്ച് ശവസംസ്കാര ക്രമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിത യാത്രയെ പറ്റി പറയുന്നത് താൽക്കാലികമാകുന്ന ഇടം, നശ്വരമാകുന്ന ഭവനം എന്നൊക്കെയാണ് പറയുന്നത്. അല്പകാലത്തേക്ക് താമസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതിൻ്റെ ഉടമകളായി ആരുണ്ട്? ഞാനും നിങ്ങളുമുണ്ട്. എങ്കിൽ ഈ 35-ാം വാക്യത്തെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ തക്കോണം സാധിക്കും. ശമരിയാക്കാരനാകുന്ന ക്രിസ്തു എന്നോട് നിങ്ങളോട് പറഞ്ഞു വെക്കുന്ന ആഹ്വാനമായി ഈ 35-ാം വാക്യത്തെ വായിക്കുവാൻ സാധിക്കും. എൻ്റെ നിഷ്ക്രിയത്വത്തിൽ നിന്ന്, എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയിൽ നിന്ന്, എൻ്റെ നിശബ്ദതയിൽ നിന്ന് നീ ഉണർന്ന് പ്രവർത്തിക്കുവാൻ ക്രിസ്തുവാകുന്ന ശമരിയാക്കാരൻ ഈ പകൽക്കാലം നമ്മോട് സംവേദിക്കുകയാണ്. എന്ത് ആഹ്വാനമാണ് ആ ശമരിയാക്കാരൻ നൽകുന്നത്? നിശബ്ദരായി നിലകൊള്ളാതെ തൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ക്രിസ്തുവിന് വേണ്ടി നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവാകുന്ന ശമരിയാക്കാരൻ നമ്മളോട് പകൽക്കാലം പറഞ്ഞു വെക്കുന്ന ആഹ്വാനങ്ങൾ. ചെറിയ സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ, പറഞ്ഞു വേഗത്തിൽ ഞാൻ വാക്യം ഉപസംഹരിച്ചുകൊള്ളാം. ഒന്നാമതായി, നല്ല ശമരിയാക്കാരൻ ആ വഴിയമ്പലക്കാരൻ നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം, നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒന്നാമത്തെ ആഹ്വാനത്തിന് ഇങ്ങനൊരു തലക്കെട്ട് കൊടുക്കാം: നിർവഹിക്കപ്പെട്ട രക്ഷയുടെ പാലകരാകുക. നിർവഹിക്കപ്പെട്ട രക്ഷയുടെ പാലകരാകുക. ഇത് ഈ വചനം പറഞ്ഞപ്പോൾ, ഈ തലക്കെട്ട് പറഞ്ഞപ്പോൾ എത്ര പേർക്ക് അത് പൂർണ്ണമായിട്ട് ഗ്രഹിച്ചു എന്ന് അറിയത്തില്ല. നമുക്ക് പരിചയമുള്ളൊരു വാക്കുണ്ട്, രക്ഷ, അല്ലേ? രക്ഷ എന്നുള്ള പദം നാം നിരന്തരം കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഏറെ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്: നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. രക്ഷ എന്ന് പറയുന്ന പദം വേദപുസ്തകത്തിന് വിപരീതമായി പല പ്രാവശ്യങ്ങളായും നമ്മുടെ ഇടങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നത് ഏറ്റവും വലിയ സങ്കടമാണ്. എന്താണ് വേദപുസ്തകത്തിൽ രക്ഷ എന്ന പദത്തിന് നൽകുന്ന അർത്ഥ വ്യതിയാനങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ, പഴയ നിയമം പഠിക്കുമ്പോൾ ഈ രക്ഷ എന്ന് പറയുന്ന പദത്തിന് യഹോവയായ ദൈവം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, അടിമത്വത്തിലിരിക്കുന്ന ഒരു ജനസമൂഹത്തിന് നൽകുന്ന വിടുതലിനെ, വിമോചനത്തെ രക്ഷയെന്ന് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന്, അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത മിസ്രൈമിൽ വിമോചക നിബിയാകുന്ന മോശ മുഖാന്തരം അവരെ വിടുവിച്ചു. അതിന് എന്തെന്ന് പറയാം? രക്ഷയെന്ന് പറയാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ യേശു തമ്പുരാൻ നിർവഹിക്കുന്ന പരസ്യ ശുശ്രൂഷ, ചെയ്യുന്ന പ്രവൃത്തി, പറയുന്ന വചനങ്ങൾ സർവ്വതും എന്തിൻ്റെ അടയാളങ്ങളാണ്? രക്ഷയുടെ അടയാളങ്ങളാണ്. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. ഇന്നും വിശുദ്ധ കുർബാനയിൽ നാം ആ വചനങ്ങൾ ഉച്ചരിച്ചിട്ട് അത് എന്തിൻ്റെ അടയാളങ്ങളാണ്? രക്ഷയുടെ അടയാളങ്ങളാണ്. ക്രിസ്തുവിൻ്റെ എല്ലാ ശുശ്രൂഷകളും പ്രവൃത്തികളും വചനങ്ങളും എല്ലാം തന്നെ രക്ഷയെ പ്രതികീർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ രക്ഷ എന്ന് പറയുന്ന പദത്തിന് കൂടുതൽ അർത്ഥസാംഗത്യം കടന്നു വരികയാണ്. നമ്മൾ അതിലേക്കൊന്നും കടക്കണ്ട. ഈ ഉപമ പഠിക്കുമ്പോൾ രക്ഷ എന്ന പദം നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി: ക്രിസ്തു ചെയ്ത ശുശ്രൂഷ. അങ്ങനെയെങ്കിൽ ഒന്നാമത് പറയുന്നത് എന്താ? നിർവഹിച്ച ശുശ്രൂഷ തുടരുക, അതിൻ്റെ പാലകരാകുക. തുടരുക എന്ന പദവും നമുക്ക് ഈ 35-ാം വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കുന്നില്ല. ഇവനെ രക്ഷ ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഈ തുടരുക എന്ന ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുന്നു ചോദിച്ചാൽ, നിങ്ങൾ ഈ വൈദിക സെമിനാരിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ 1-ാം വർഷം തന്നെ 3 ലാംഗ്വേജ് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കും. ഒന്ന് സിറിയക്കാണ്. സുറിയാനി നമുക്കറിയാം. നമ്മുടെ ആരാധന ഗീതങ്ങളും നമ്മുടെ വായനകളും ഒക്കെ സുറിയാനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വായിക്കുവാനും ചൊല്ലുവാനും ഒക്കെ സുറിയാനി പഠിപ്പിക്കും. രണ്ടാമത് പഠിപ്പിക്കുന്നത് ഹീബ്രുവും, മൂന്നാമത് ഗ്രീക്കുമാണ്. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ,
പഴയ നിയമം എഴുതപ്പെട്ടിട്ടുള്ള ലാംഗ്വേജ് ഏതാണ്? ഹീബ്രു ആണ്. പുതിയ നിയമം ഗ്രീക്കാണ്. എന്തിനാണ് വൈദിക വിദ്യാർത്ഥികളെ ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, വേദപുസ്തകം എഴുതപ്പെട്ടുള്ള മൂലഭാഷയിൽ അതിനെ വായിച്ച് പഠിക്കുവാനാണ്. ഈ ഭാഷ പഠിച്ച് അതിൻ്റെ ഗ്രാമറും ഒപ്പം അതിൻ്റെ മീനിങ്ങും അർത്ഥവും വ്യാകരണവും ഒക്കെ ഗ്രഹിച്ച് എന്താണോ എഴുത്തുകാരൻ ആ വചനത്തിൽ കൂടി ഉദ്ദേശിച്ചിട്ട് അതിൻ്റെ പൂർണ്ണമായ ഉത്തരത്തെ അല്ലെങ്കിൽ അർത്ഥത്തെ സംശീകരിക്കുവാനാണ്. ആ വിധത്തിൽ ഈ വാക്യം നാം ആ വിധത്തിൽ ഒരു പഠനം നടത്തുമ്പോൾ ഇവനെ രക്ഷ ചെയ്യണമെന്നുള്ള ക്രിയാപ്രയോഗത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ശ്രദ്ധിക്കുക, ഞാൻ ചെയ്തു നിർത്തി ഈ രക്ഷാകർമ്മം നീ അതേപോലെ തന്നെ തുടരണം. ആര് പറയുക? ശമരിയാക്കാരൻ ആ വഴിയമ്പലക്കാരനോട് പറയുകയാണ്, ഞാൻ ചെയ്ത ഈ രക്ഷ നീ അതേപോലെ തന്നെ തുടരണം. പ്രിയമുള്ളവരെ, ഒരു കാവൽ നിയോഗം ഏറ്റെടുക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ ക്രിസ്തുവാകുന്ന ശമരിയാക്കാരനും പറഞ്ഞു വെക്കുന്നതാണ്, ദേ ഞാൻ ചെയ്ത ശുശ്രൂഷ നീ അതേപോലെ ഈ കാലങ്ങളിൽ നിർവഹിക്കണം. പ്രിയമുള്ളവരെ, എന്തു ശുശ്രൂഷയാണ് ആ ശമരിയാക്കാരൻ നിർവഹിക്കുന്നത്? അദ്ദേഹം ചെയ്ത ശുശ്രൂഷ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഭാഗത്തിന്റെ 33-34 വാക്യങ്ങൾ നാം ഒന്ന് വായിക്കണം. 33-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ശമരിയാക്കാരനോ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. 2 വാക്യങ്ങളിൽ ചുരുക്കിയിരിക്കുന്ന ആ രക്ഷാകർമ്മത്തെ നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. ഒന്നാമത് പറയാൻ സാധിക്കും, അർത്ഥപ്രാണനായ ഒരു മനുഷ്യൻ വഴിയരികിൽ കിടക്കുന്ന കാഴ്ചയിൽ തന്നെ ഈ മനുഷ്യൻ ശമരിയാക്കാരൻ തന്റെ യാത്രാ ലക്ഷ്യത്തെ നിരാകരിക്കുന്നുണ്ട്. ശമരിയാക്കാരൻ ഒരു യാത്രികനാണ്. ഈ മുറിവേറ്റവൻ എവിടെ നിന്ന് എങ്ങോട്ട് പോയപ്പോഴാണ് അക്രമികളാൽ ആക്രമിക്കപ്പെട്ടത്? യെരുശലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. അതേ വഴിയിൽ കൂടി കടന്നു വന്ന മറ്റൊരു യാത്രികനാണ് ആര്? ഈ ശമരിയാക്കാരനും. അവനും എവിടെയൊക്കെ എത്തിച്ചേരേണ്ടതാണ്. എന്നാൽ വഴിയരികിൽ മുറിവേറ്റവനെ കണ്ട കാഴ്ചയിൽ അവൻ എത്തിച്ചേരേണ്ട യാത്രാ ലക്ഷ്യത്തെ നിരാകരിക്കുന്നു, വേണ്ട എന്ന് വെക്കുകയാണ്. രണ്ടാമതായിട്ട് കാണുന്നുണ്ട്, ഈ ശമരിയാക്കാരൻ തനിക്കുള്ള മുഴുവനും സമ്പാദ്യങ്ങൾ മുഴുവനും ആർക്ക് നൽകുകയാ? ഈ മുറിവേറ്റവന് നൽകുകയാണ്. ഈ മുറിവേറ്റവന്റെ പേര് വല്ല ഉപമയിലുണ്ടോ? അല്ല, ചാക്കോ എന്നോ തോമസ് എന്നോ ശമൂവേൽ എന്നോ ഇതിൽ പേരെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവന് കൊടുത്തിരിക്കുന്ന വിശേഷണം ഇത്രയേ ഉള്ളൂ: ഒരു മനുഷ്യൻ. അവൻ ആരുമാകാം. അവന്റെ നാമമില്ല, ജാതിയോ വിഭാഗവും എല്ലാം പറയുന്നുണ്ടോ? വേദഭാഗം ഉപമ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, കള്ളന്മാർ അവനെ ആക്രമിച്ച് അവന്റെ വസ്ത്രത്തെ ഉരിഞ്ഞെടുത്തു. നഗ്നനായി വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരൽപ്പം വസ്ത്രം അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവന്റെ വസ്ത്രധാരണയിൽ കൂടി അവന്റെ വിഭാഗമെങ്കിലും തിരിച്ചറിയാമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് അവരുടേതായിട്ടുള്ളതും ശമരിയാക്കാർക്ക് അവരുടേതായിട്ടുള്ള വസ്ത്രധാരണങ്ങൾ ഉണ്ടായിരുന്നു. വിഭാഗം പോലും തിരിച്ചറിയാൻ തക്കോണം സാധിക്കുന്നില്ല. നാമമില്ല, ജാതിയില്ല, വിഭാഗമില്ല. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഐഡന്റിറ്റി, സ്വത്വം ഇല്ലാത്ത ഒരു മനുഷ്യനായി വഴിയരികിൽ കിടക്കുന്നവനാണ് ആര്? മുറിവേറ്റവൻ. പ്രിയമുള്ളവരെ, അവനെ കണ്ടിട്ടാണ് പുരോഹിതനും ലേവ്യനും മാറി നടന്നു പോകുന്നത്. അവരെ വേണമെങ്കിൽ കുറ്റം പറയാം, കുറ്റം പറയാതിരിക്കുവാൻ തക്കണമുണ്ട്. ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് അവരെ ഉദാഹരിക്കുവാൻ തക്കണം സാധിക്കും. ന്യായപ്രമാണ പ്രകാരം, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 34-ാം വാക്യം പഠിക്കുമ്പോൾ, ആരാണ് ഒരു യഹൂദനെ സംബന്ധിച്ച് അവന്റെ അയൽക്കാരൻ ചോദിച്ചാൽ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു യഹൂദന് സ്വന്തം ജാതിക്കാരനും അവനോടുകൂടി പാർക്കുന്ന വിജാതിനും മാത്രമാണ് അവന്റെ അയൽക്കാർ അല്ലെങ്കിൽ കൂട്ടുകാർ എന്ന് പറയാൻ സാധിക്കും. ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ പേര് പോലും ഇല്ലാതെ വഴിയരികിൽ കിടക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെ അവർക്ക് കൂട്ടുകാരനായി തീരും? അതുകൊണ്ട് അവരുടെ ഹൃദയം മതനിയമങ്ങളിൽ മൂലം ഹൃദയം കഠിനമായി എന്ന് വിശ്വസിക്കാം. ആ സാഹചര്യത്തിലാണ് ഈ ശമരിയാക്കാരൻ കടന്നു വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും, വേദഭാഗം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എണ്ണയും വീഞ്ഞും തീർച്ചയായിട്ടും ഒരു കൗതാശികമാകുന്ന തലങ്ങളിൽ ഇത് നൽകാമെങ്കിലും വളരെ പ്രായോഗിക തലത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാൻ തക്കണം സാധിക്കും. ഒരു മരുഭൂമി സഞ്ചാരിയുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവൻ കൊണ്ടു നടക്കുന്ന എണ്ണയും വീഞ്ഞും. എന്തിനാണെന്ന് ചോദിച്ചാൽ, സൂര്യാഘാതത്തിൽ നിന്ന് അവന്റെ ചർമ്മത്തെ സംരക്ഷിക്കുവാൻ അവന്റെ ശരീരത്തിൽ എണ്ണ പുരട്ടുമായിരുന്നു. യാത്രാമധ്യേ ഉണ്ടാകുന്ന മുറിവുകൾ വെച്ച് കെട്ടുവാൻ തക്കണം, അതിന് ലേപനം ചെയ്യുവാൻ തക്കണം അവൻ വീഞ്ഞുപയോഗിക്കുമായിരുന്നു. ആ 2 സമ്പാദ്യങ്ങളും ആർക്ക് നൽകുക? ഈ മുറിവേറ്റവന് നൽകുക. തീരുന്നില്ല, അവന് വേണ്ട പ്രാഥമിക ശുശ്രൂഷ ചെയ്ത് അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ സത്രത്തിൽ കൊണ്ടാക്കി ഒരു ദിവസം അവനോടുകൂടി പാർത്ത് വേണ്ട ശുശ്രൂഷ ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാൻ നേരമാണ് ഈ വഴിയമ്പലക്കാരൻ്റെ തന്നിൽ അവശേഷിക്കുന്ന 2 വെള്ളിക്കാശെടുത്ത് കൊടുത്ത് പറയുന്നത്, ദേ ഞാൻ ചെയ്ത ഈ ശുശ്രൂഷ നീ അതേപോലെ തന്നെ ചെയ്യണം. പ്രിയമുള്ളവരെ,
എത്ര ത്യാഗപൂർണമായ ശുശ്രൂഷയാണ് മനുഷ്യൻ ചെയ്യുന്നത്. പേര് പോലും അറിയാത്ത മനുഷ്യന് വേണ്ടി തനിക്കുള്ളത് മുഴുവനുമായി നൽകുന്ന സ്നേഹനിർഭരമായ ശുശ്രൂഷ. സ്വത്വം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, പ്രിയമുള്ളവരെ, പാപം മൂലം സ്വത്വം നഷ്ടപ്പെട്ട മനുഷ്യന്റെ വേദനകളിലേക്ക് സ്വയം ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കാട്ടിയ സ്നേഹത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ പേരാണ് വേദശാസ്ത്രത്തിൽ നാം പറയും മനുഷ്യാവതാരം. അല്ലേ? നമ്മൾ പാടാറുണ്ട്, തൻ സാമ്യം പൂണ്ടിടുവാൻ അവൻ നമ്മുടെ സാമ്യം പൂണ്ടു. എപ്പോഴാണെന്ന് അറിയാമല്ലോ? ശ്ലീബായുടെ പ്രഭാതം ചൊല്ലുന്ന സമയത്ത് ഉപയോഗിക്കുന്ന തൻ സാമ്യം പൂണ്ടിടുവാൻ, അവന്റെ സാമ്യത്തോടുകൂടി ആകുവാൻ തക്കണം അവൻ നമ്മുടെ മനുഷ്യവേഷം ധരിച്ച് മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. പാപം മൂലം സ്വത്വം നഷ്ടപ്പെട്ട, ഐഡന്റിറ്റി പോലും ഇല്ലാത്ത മനുഷ്യന്റെ വേദനകളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഉദ്ധരിച്ച സ്നേഹത്തിന്റെ പേരാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യഥാവണ്ണം ആ ശമരിയക്കാരനിൽ കാണുന്നതും ഇത് തന്നെയാണ്. നമ്മൾ ചിന്തിക്കും, ചരിത്രത്തിൽ ക്രിസ്തു മുഖാന്തരം ഒരിക്കൽ മാത്രം നടന്നതാണ് ഈ മനുഷ്യാവതാരമെന്ന്. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ഓർത്തു വെക്കണം, ഈ അവതാരത്തിന് ഇന്നും പ്രതിഫലനങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ടവരായി ഞാനും നിങ്ങളും സമൂഹത്തിൽ ചെയ്യുന്ന എല്ലാ നന്മയും എന്തിന്റെ പ്രതിഫലനമാ? മനുഷ്യാവതാരത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ പിതാക്കന്മാർ ഇൻകാർണേഷൻ ഇങ്ങനൊരു ഡെഫിനിഷൻ കൊടുക്കാറുണ്ട്. ഇൻകാർണേഷൻ ഈസ് ആൻ എവർലാസ്റ്റിംഗ് തിയോഫനി. അനശ്വരമാകുന്ന ദൈവീക വെളിപ്പെടലിന്റെ പേരാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ട് ചെയ്യുന്ന എല്ലാ നന്മകളും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രതിഫലനമാണ്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന് മനസ്സുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ അത് ക്രിസ്തുഭാവം തെളിയിക്കുന്നതാണ്. മായൽത്തോ പെരുന്നാളിൽ ഞാൻ മുമ്പ് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി, ക്രിസ്തുവിനെ വഹിക്കുന്നവരായി തീരണമെന്ന്. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനാനുഭവത്തിൽ കൂടി ക്രിസ്തുവിനെ നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ ഭാവം പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ആ നിയോഗം ഏറ്റെടുക്കണം. ഞാൻ ചെയ്ത ശുശ്രൂഷ നീ അതേപോലെ തന്നെ തുടരുവാൻ ക്രിസ്തു ശരീരങ്ങളെ അംശികളാകുന്ന ഞാനും നിങ്ങളും തീർച്ചയായും ഓർത്തുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ത്യാഗപൂർണമായ ആ ശമരിയക്കാരന്റെ ശുശ്രൂഷ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ചെയ്യണം. സർവ്വതും സ്വയം രക്ഷയ്ക്കെന്ന് കരുതി എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം കരുതി ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം. അവരോടാണ് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന്. അല്ലേ? വളരെ ലളിതമായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവരെ സഹായിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്വയം മനസ്സിൽ ഉത്തരം കണ്ടെത്തിയാൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴാ മറ്റുള്ളവനെ സഹായിക്കുവാൻ തക്കവണ്ണം ഒരു താല്പര്യം മനസ്സിൽ കൊണ്ടുവരുന്നത്? ഒരാളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ അങ്കുരിക്കുന്നത് എപ്പോഴാകാം? പല ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഈ ഉപമ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മറ്റുള്ളവനെ കരുതണം, ആ ശുശ്രൂഷ തുടരണമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ തുടരണം എന്നുള്ളതിനും ഉത്തരം ഈ ഉപമയിൽ തന്നെ ഉണ്ട്. ഈ കാലഘട്ടങ്ങളിൽ നാം ചെയ്യേണ്ട ക്രിസ്തു ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നും ഓർത്തില്ലെങ്കിൽ ഇന്ന് ഈ പരുമലപ്പള്ളി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന 3 പദങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. നമ്മുടെ ശുശ്രൂഷകൾക്ക് 3 പടികൾ ഉണ്ടാകണം, 3 സ്റ്റെപ്സ്. കുഞ്ഞുങ്ങളൊക്കെ ഈ സയൻസ് പഠിക്കും, ഫ്ലോ ചാർട്ട് എഴുതത്തില്ലേ? ഒന്ന് എഴുതി ആരോ ഇട്ട് മറ്റൊന്നിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ ശുശ്രൂഷയ്ക്കും ഇങ്ങനെ ഒരു 3 പടികളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ പടി വിഷൻ എന്നുള്ളതാണ്. എന്താണ് വിഷൻ? കാഴ്ച. രണ്ടാമത്തെ പടി കമ്പാഷൻ എന്നുള്ളതാണ്. അതെന്താ? മനസ്സലിവ്. മൂന്നാമത്തെ പടി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ. അതെന്താ? പ്രവൃത്തി. വ്യക്തമായ കാഴ്ച, അതിൽ നിന്ന് ഉയരുന്ന മനസ്സലിവ്, അതിൽ നിന്ന് ഉയരുന്ന പ്രവൃത്തി. അതുകൊണ്ടാണ് 33-ാം വാക്യത്തിൽ നാം വായിച്ചത്, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. ആര്? ശമരിയക്കാരൻ. ശുശ്രൂഷ ചെയ്യേണ്ടവർ ഇപ്രകാരം ചെയ്യണം. വ്യക്തമായ കാഴ്ച, അതിനോട് ചേർന്ന് അതിൽ നിന്നുണ്ടാകും മനസ്സലിവുണ്ടാകും, അതിനോട് ചേർന്ന് എന്തുണ്ടാവും? പ്രവൃത്തി ഉണ്ടാകും. അപ്പോൾ ഒരാളെ സഹായിക്കണമെങ്കിൽ പരമപ്രധാനമായി നമുക്ക് എന്തു വേണം? ഒന്നാമതായിട്ട് എന്തു വേണം? കാഴ്ച വേണം. വളരെ സങ്കടത്തോട് പറയാൻ സാധിക്കും, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാത്തതും ഈ വ്യക്തമായ കാഴ്ചയാണ്. നാം എങ്ങനെ ഈ സമൂഹത്തെ നോക്കിക്കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്,
നമ്മളൊക്കെ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിലേക്കും പല ജീവിതങ്ങളിലേക്കും നോക്കുന്നത് നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ടൊന്നും അല്ല, അല്ലേ? കൂടുതലും നാം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന 5 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് വലിപ്പമുള്ള മൊബൈൽ സ്ക്രീനിലോ അതും അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളിൽ കൂടിയാണ്, അല്ലേ? ഈ കോവിഡിന് ശേഷം വ്ളോഗിങ് ഒക്കെ ഒത്തിരി പരിചിതമാകുമ്പോൾ അത് പ്രായഭേദമന്യേ എല്ലാവരുടെ കരങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ എവിടെ നടക്കുന്ന ദുരന്തങ്ങളും ഒത്തിരി ജീവിത അനുഭവങ്ങളും നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പത്രമാധ്യമങ്ങളിൽ ഒത്തിരി വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എന്തുണ്ടാകും? ഒരു വേദന ഉണ്ടാകും, അയ്യോ എന്ന് പറയുന്ന ഒരു വേദന ഉണ്ടാകും. എന്നാൽ ഇത് അടച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ആ വേദനയും, മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോൾ ആ വേദനയും ഓഫായി പോകുന്നതാ പലപ്പോഴും നമുക്ക് വന്നു ഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും അന്ധത നിറഞ്ഞവരാണ്. നമ്മുടെ ഈ അന്ധതയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഐ പ്രോബ്ലം അല്ല. എന്താ ഐ? കണ്ണിന്റെ കുഴപ്പമല്ല, മറിച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഒരു ഐ ഉണ്ടല്ലോ. അതെന്താ? ഞാൻ, എൻ്റെ ഉള്ളിലെ അഹന്ത, എൻ്റെ ഉള്ളിലെ വൈരാഗ്യം, എൻ്റെ ഉള്ളിലെ പക, എൻ്റെ കൂടെയുള്ളവന്റെ വേദന കാണുവാൻ തക്കണം എൻ്റെ കാഴ്ചയ്ക്ക് തടസ്സമായി നിൽക്കുക. ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരങ്ങളാ. പണ്ടെപ്പോഴോ ചെയ്ത ഏതോ കാര്യത്തെ പറ്റി മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് അവനൊരു വേദന ഉണ്ടായപ്പോൾ അവന്റെ വേദന കാണുവാൻ തക്കവണ്ണം എനിക്ക് കാഴ്ചയില്ലാതായി പോകുവാനുള്ള കാരണവും ഈ ഐ പ്രോബ്ലമാ. പ്രിയമുള്ളവരെ, ഉള്ളിലെ പക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചയ്ക്ക് തടസ്സമായി നിൽക്കും. ഞാൻ എന്തിനാ മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടണം? ഇതല്ലേ നമ്മുടെ പ്രായോഗിക ചിന്ത. ഞാൻ എന്തിനാ മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടണം? വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാ. മറ്റൊരു രീതിയുണ്ട് കാഴ്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. കാണേണ്ടവ കാണാതിരിക്കുകയും കാണാൻ ഇഷ്ടമുള്ളവ തേടിപ്പിടിച്ച് കാണുകയും ചെയ്യുന്നതും അന്ധതയാണ്. എന്താ പറഞ്ഞത്? കാണേണ്ടവ കാണാതിരിക്കുകയും. കാണേണ്ട കാഴ്ചകൾ ഒത്തിരിയുണ്ട്, എന്നാൽ അതൊന്നും കാണുന്നില്ല. എന്നാൽ നാം കാണുന്നത് എന്താ? നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ തേടിപ്പിടിച്ച് കാണുകത്തുള്ളൂ. കണ്ണിന് കുളിർമയേകുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മുടെ കണ്ണോട് കണ്ണ് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഭവനത്തിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളുടെ വേദന പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗ്യാജറ്റുകളുടെ ലോകത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ മാതാപിതാക്കൾ യഥാവണ്ണം തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നുണ്ട്. ഒരു നേരത്തെ വിശപ്പടക്കുവാൻ തക്കവണ്ണം വിഭവസമൃദ്ധമാകുന്ന ആഹാര സാധനങ്ങൾ നമ്മുടെ തീന്മേശയെ അലങ്കരിക്കുമ്പോൾ, സന്ധ്യയാകുമ്പോൾ അത്താഴത്തിന് കഞ്ഞി കലത്തിൽ ഉണ്ടായിട്ടും അഹങ്കാരത്തിന്റെ പേരെന്നോ അല്ലെങ്കിൽ പണത്തിന്റെ കൊഴുപ്പെന്നോ അതും അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ലയോ എന്ന ക്ലീഷേ ഡയലോഗിന്റെ പിൻബലത്തിൽ ഹോട്ടൽ ഫുഡുകളുടെ പിന്നാലെയും ഹലാൽ ഫുഡുകളുടെ പിന്നാലെയും പരക്കം പായുമ്പോൾ ഇതൊന്നും രുചിച്ചു പോലും നോക്കാത്ത, ഇതെന്താണെന്ന് പോലും അറിയാത്ത ഒത്തിരി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ട് എന്ന് കാണാതെ പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ കണ്ണ് തുറന്ന് ചുറ്റുപാടുകളിലേക്ക് ഒരു സ്നേഹ നോട്ടം ഉണ്ടാകണം. അതിൽ നിന്ന് ഉത്ഭവിക്കും രണ്ടാമത്തെ പടി. എന്താ രണ്ടാമത്തെ പടി? കമ്പാഷൻ, മനസ്സലിവ്. ഈ കമ്പാഷൻ എന്ന് പറയുന്ന പദം കോ സഫറിങ് എന്ന് അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? കൂടെ സഹനം സഹിക്കുക. കരയുന്ന ഒരാളെ കനിവ് കിനിയുന്ന കണ്ണുകൊണ്ട് നോക്കി നിൽക്കുന്നതൊന്നും കമ്പാഷൻ അല്ല കേട്ടോ. കരയുന്ന ആളെ അവൾ കരയുകയാണെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നതല്ല കമ്പാഷൻ. മറിച്ച് എന്താ കമ്പാഷൻ ചോദിച്ചാൽ, കരയുന്ന ഒരാളെ കനിവ് കിനിയുന്ന കണ്ണുകൊണ്ട് നോക്കി നിൽക്കാതെ ആ കരയുന്നത് ഈ ഞാനല്ലയോ എന്ന് കണ്ട് കണ്ണുനീരിനെ തുടയ്ക്കുവാനുള്ള പ്രവൃത്തിയും കൂടി ചേരുന്നതാണ് കമ്പാഷൻ. ക്രിസ്തുവിന് ഉണ്ടായിരുന്ന മനസ്സലിവ് ഈ വണ്ണമാണ് ലൂക്കോസ് എവങ്കലിസ്റ്റ് വ്യാഖ്യാനിക്കുന്നത്. ലൂക്കോസ് എവങ്കലിസ്റ്റ് സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ നയൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെയും രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ആ അമ്മ കരയുകയാണ് ഏകജാതനായ മകന്റെ വേർപാടിൽ. അവിടെ രേഖപ്പെടുത്തുന്നു, അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്. ആ ഭാഗം അവസാനിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ ഏകജാതനായ പുത്രനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അമ്മയുടെ കാര്യങ്ങളിലേക്ക് തിരികെ ഏൽപ്പിക്കുക. കണ്ണുനീരിനെ തുടയ്ക്കുവാനുള്ള പ്രവൃത്തിയും കൂടി ഉണ്ടാവും. ക്രിസ്തുവിനുണ്ടാകുന്ന മനസ്സലിവിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ആ കരയുന്ന ഞാനെന്ന് കണ്ട് കണ്ണുനീരിനെ തുടയ്ക്കുവാനുള്ള പ്രവൃത്തിയും കൂടി. അതുകൊണ്ട് മൂന്നാമത്തെ പടിയാകുന്ന ഈ ആക്ഷൻ, പ്രവൃത്തി, കർമ്മം എന്ന് പറയുന്നത് ഈ കമ്പാഷനോട് ചേർന്ന് നിൽക്കുന്നതാണ്. വ്യക്തമായ കാഴ്ച, അതിൽ നിന്ന് ഉയരുന്ന മനസ്സലിവ്, മനസ്സലിവിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ശുശ്രൂഷയുടെ 3 പടികൾ.
പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് അതിന് ഉത്തരം കണ്ടെത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഞാൻ പറഞ്ഞു, പുരോഹിതനും ലേവ്യനും ആ മുറിവേറ്റവനെ സഹായിക്കുവാൻ തക്കവണ്ണം കരം നീട്ടാതെ മാറി നടന്നുപോയി. ആര് മാത്രമേ കരം നീട്ടിയുള്ളൂ? ശമരിയാക്കാരൻ. എന്തുകൊണ്ടാ ശമരിയാക്കാരൻ കരം നീട്ടിയത്? അവനും വേണമെങ്കിൽ അതിൽ കൂടി നടന്നങ്ങ് പോകാമായിരുന്നു. അവനൊരു യാത്രികനാണ്. യെരൂശലേമിൽ ജെറിക്കോയിലേക്ക് പോകുന്ന വഴിയാണ്, ഓർത്തോണം. അവനും എവിടെയൊക്കെ എത്തിച്ചേരേണ്ടതാണ്. അവനും ആ മുറിവേറ്റവനെ സഹായിക്കുവാൻ കരം നീട്ടാതെ വേണമെങ്കിൽ മാറി നടന്ന് പോകാമായിരുന്നു. അവൻ എന്തുകൊണ്ടാകാം അവനെ സഹായിക്കാൻ കരം നീട്ടിയത്? നിങ്ങൾ പറയും മനസ്സലിവായിരിക്കുമെന്ന്. അല്ലേ? തീർച്ചയായിട്ടും മനസ്സലിവ് തന്നെയാണ്. ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്, ഈ കാലഘട്ടങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഈ ശമരിയാക്കാരൻ, ഞാൻ പറഞ്ഞു യാത്രികനാണെന്ന് പറഞ്ഞല്ലോ, ഇവനും നിരന്തരമായി യാത്ര ചെയ്യുന്നവനാണ്. ഈ വഴിവീതിയിൽ കൂടി ഇവനും മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഇതിന്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ യെരൂശലേം ജെറിക്കോ വഴിവീതിയെ പറ്റി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: 3300ഓളം അടി നീളമുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ കുപ്രസിദ്ധി നേടിയ വഴിവീതിയാണ്. ഇതിൽ കൂടി കടന്നുപോയ നിരന്തരമായി ആക്രമിക്കപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും ആ വിധത്തിൽ ഈ ശമരിയാക്കാരും യാത്രികനായിരിക്കവേ ഇവൻ മുമ്പ് എപ്പോഴോ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇവനും മുറിവേറ്റ് വഴിയിൽ വീണ് കിടന്നിട്ടുണ്ടാകും. അന്ന് അവനെ സഹായിക്കുവാൻ മറ്റേതെങ്കിലും ഒരു മനുഷ്യൻ കരം നീട്ടിട്ടുണ്ടാകും. ഇന്ന് ഈ ദിവസം അവൻ യാത്ര ചെയ്തപ്പോൾ ആ മുറിവേറ്റവനെ കണ്ടപ്പോൾ അവൻ ചിന്തിച്ചത്, അന്ന് ഞാൻ കിടന്ന അതേ അവസ്ഥയിലാണല്ലോ ഈ മനുഷ്യൻ കിടക്കുന്നതെന്നുള്ള ചിന്തയാകാം പൂർണ്ണമായും അവൻ ഇറങ്ങി അവനെ കരം നീട്ടി അവനെ രക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നത്. സമാനമാകുന്ന ജീവിത അനുഭവങ്ങളാ പ്രിയമുള്ളവരെ, സമാനതകളില്ലാതെ സ്നേഹിക്കുവാനും കരുതുവാനും കരുണ കാട്ടുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതേ ജീവിതാവസ്ഥകൾ പലപ്പോഴും മറ്റുള്ളവരെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. അതുകൊണ്ടാ മനുഷ്യാവതാരത്തെ പറ്റി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, തൻ സാമ്യം പൂണ്ടിടുവാൻ അവൻ നമ്മുടെ സാമ്യം പൂണ്ടു. നമ്മുടെ മനുഷ്യ ഭാവത്തിലേക്ക് അവൻ കടന്നു വന്ന് അതേ വേദനകളെല്ലാം സഹിച്ച് നമ്മെ വീണ്ടെടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സലിവ് അത്തരണത്തിലാണ്. സമാനമാകുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകണം. നമ്മൾ ചിന്തിക്കും, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി സമ്പത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ടാകും. നമ്മൾ മാറിയിരുന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയാകാം: ഇവരെ ദൈവം എത്രമാത്രമാണ് അനുഗ്രഹിച്ചത്, എന്തെല്ലാം അനുഗ്രഹങ്ങളും കൃപകളും അവർക്ക് ചൊരിയുന്നതെന്ന് ചിന്തിക്കും. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഓരോരുത്തരുടെ ജീവിതങ്ങൾ, അല്ലേ? നമ്മൾ കാണുന്നത് പോലെ ചിരിച്ചും കളിച്ചും നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വേദന അറിയണമെങ്കിൽ എന്തു വേണം? പുറത്തുനിന്ന് നോക്കിയിട്ടൊന്നും കാര്യമില്ല, അവരായി അവരിലേക്ക് തന്നെ നോക്കണം. എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് പറഞ്ഞു തീരാത്ത നൊമ്പരങ്ങൾ. ആ നൊമ്പരങ്ങൾ അറിയണമെങ്കിൽ അവരായി അവരുടെ ഭാവനയിൽ നിന്നുകൊണ്ട് തന്നെ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഈ സമാനമാകുന്ന അനുഭവമാ ക്രിസ്തുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് പ്രവൃത്തിയും ഉണ്ടായിരുന്നു എന്നതാ. ഒരു അപ്പൻ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ വേദന അറിയണമെങ്കിൽ ഏത് സാഹചര്യം ഉണ്ടാകണം? അതേ സാഹചര്യം ഉണ്ടായാലും മതിയാവും. ഒരു ദിവസത്തെ പത്രമാധ്യമങ്ങൾ എടുക്കുമ്പോൾ എന്തെല്ലാം മരണവാർത്തകളാണ് കാണുന്നത്. അപകടങ്ങളുണ്ട്, ആത്മഹത്യകളുണ്ട്, സ്വാഭാവിക മരണങ്ങളുണ്ട്. വായിക്കുമ്പോൾ എല്ലാം നമുക്ക് വേദന ഉണ്ടാകും, തീർച്ചയാണ്. അടച്ചു വെക്കുമ്പോൾ അതില്ലാതാകുന്നതും എന്നതും യാഥാർത്ഥ്യമാണ്. നമുക്കുണ്ടാകേണ്ടത് ഇങ്ങനെയായിരിക്കണം: ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തോലെല്ലാം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അത് നമ്മുടെ ജീവിതങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കണം. വ്യക്തമായ കാഴ്ച, അതിൽ നിന്നുയരുന്ന മനസ്സലിവ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തിയാണ് ക്രിസ്തു ശുശ്രൂഷയുടെ 3 പടികൾ. ഇനിയും ഈ ശുശ്രൂഷ എവിടെയാ തുടങ്ങേണ്ടത്? ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ ഇന്ന് തിരികെ പോകുമ്പോൾ എവിടെയെങ്കിലും വീണ് കിടക്കുന്നവരെ എടുത്ത് പരുമല ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണോ അച്ഛൻ പറഞ്ഞു വെച്ചതിൻ്റെ സാരം? അല്ല, ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ ശുശ്രൂഷ ഈ യെരൂശലേം ജെറിക്കോ വഴിവീതിയിൽ മാത്രമല്ല, ആ വഴി നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ ഉള്ളിലുണ്ട് മുറിവേറ്റ ജീവിതങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലാകാം, അതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളാകാം. യഥാവണ്ണം അതിനെ ആദ്യം ശുശ്രൂഷ ചെയ്ത് നേരെയാക്കണം. ഞാൻ ആ ഭാഗം അവിടെ അതും കൂടി പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നാം ജീവിക്കുന്നത് ഒരു ഗാഡ്ജറ്റുകളുടെ ലോകത്താണ്. എന്തിനും ഏതിനും ഓൺലൈൻ സാധ്യതകളെ അഭിരമിക്കുന്നവരാ ഞാനും നിങ്ങളും. ലോകത്തിൽ ഏത് കാര്യത്തെ പറ്റിയുള്ള അറിവ് നേടണമെങ്കിൽ സൈബർ ലോകം ഒരു സ്വർഗ കവാടമായി നിന്ന് വിജ്ഞാനത്തിന്റെ ഏത് ശാഖകളെ പറ്റിയുള്ള അറിവ് നമുക്ക് നൽകും. ഓർത്തുകൊള്ളണം, ഒരു സ്വർഗ കവാടമായി സൈബർ ലോകം നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു നരക കവാടം കൂടി ഉണ്ടെന്ന് മറന്നു പോകരുത്.
അത് ആസക്തികളുടെയും വിഭ്രാന്തികളുടെയും ലൈംഗികതയിലൊക്കെ ആകാം. നമ്മൾ പറയും, പത്രങ്ങളിലൊക്കെ വാർത്ത വരാറുണ്ട് ഈ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ നടന്നതാണ്, ഇതൊന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാ. ഓർമ്മപ്പെടുത്തട്ടെ മാതാപിതാക്കളോട്, ഇതൊക്കെ വെറും മിഥ്യാധാരണയാണ്. പഠനങ്ങൾ പറയുന്നു, ഓൺലൈനിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യക്തികൾ, അത് പ്രായഭേദമന്യേ, സ്ത്രീ ആയാലും പുരുഷനായാലും കൊച്ചായാലും കുട്ടിയായാലും വല്യപ്പച്ചനായാലും വല്യമ്മച്ചിയായാലും, ഓൺലൈനിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന 90% വ്യക്തികൾ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അടുത്തിടയ്ക്ക് വായിക്കുവാനിടയായി. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സൈബർ ക്രൈം, സൈബർ വിക്ടിംസ് ആൻഡ് സൈബർ ക്രിമിനൽസ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നവർ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ. പഠനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: 93.4% കുഞ്ഞുങ്ങൾ സൈബർ വിക്ടിംസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇരകളാണ്. 100-ൽ 94 കുഞ്ഞുങ്ങൾ എന്താണ്? ഇരകളാക്കപ്പെടുക. നമ്മൾ ചിന്തിക്കും ഇരയാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഈ ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷനോ മറ്റുള്ള രീതിയിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക സമയം ചെലവിടുന്നതോ ഒക്കെ ആയിരിക്കുമെന്ന് ചിന്തിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായ തലങ്ങളിലേക്ക്, ആസക്തികളിലേക്ക്, ബന്ധങ്ങളിലേക്ക് സൈബർ ലോകം തലമുറകളെ പിടിച്ചു വലിക്കുന്നുണ്ട് എന്നതാ യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള വേദനകൾ നമ്മുടെ കൗമാര പ്രായത്തിലും യൗവന സമയത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും കുഞ്ഞ് വന്ന് സ്വന്തം മാതാപിതാക്കളോട് ഇത് തുറന്നു പറയുമോ? യൗവനത്തിൻ്റെ നല്ല നിലയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ഒരു യൗവനക്കാരും സ്വന്തം അപ്പനോടും അമ്മയോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ: മാതാപിതാക്കളെ ഭയമാണ്. അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമോ എന്നുള്ള ഭയം. ഗ്യാജറ്റുകൾ ഉപയോഗിക്കുവാൻ, ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ, സാമൂഹ്യ മാധ്യമങ്ങളെ ആക്റ്റീവായിട്ടിരിക്കുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യം മാതാപിതാക്കളാൽ ഹനിക്കപ്പെടുമോ എന്നുള്ള ഭയം. മിലിറ്ററി ഡിസിപ്ലിനിൽ വേദനയോടുകൂടി വളർത്തിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തുകൊള്ളണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തക്കവണ്ണം കുഞ്ഞുങ്ങൾ ഭയക്കുമെന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ സാധ്യതയിൽ നിലനിർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നാം അവലംബിക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷ, ക്രിസ്തു ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പേരന്റിങ്ങിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കുക. നിങ്ങൾ പരിചിതമായ പേരാണ് സൈബർ പേരന്റിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ പേരന്റിങ്. ആ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് ഡിജിറ്റൽ പേരന്റിങ് ചോദിച്ചാൽ, സാമൂഹികമാകുന്ന ഈ ഓൺലൈൻ സാധ്യതകളിൽ, ഡിജിറ്റൽ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ പരിശീലനം, പ്രബോധനം നൽകുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ എടുക്കുന്ന പരിശീലനത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ പരിശ്രമങ്ങളുടെ പേരാണ് ഇത് ഡിജിറ്റൽ പേരന്റിങ്. പഠനങ്ങൾ പറയുന്നു, ഒരു അപ്പനോ അമ്മയ്ക്കോ ആർക്കോ നല്ല ഡിജിറ്റൽ പേരന്റ് ആകാം. 3 കാര്യങ്ങൾ നിർവഹിക്കണം. ശ്രദ്ധിക്കുക, 3 കാര്യങ്ങൾ. ഒന്നാമത് വേണ്ട എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ തുറന്നുള്ളൊരു സംഭാഷണം ഉണ്ടാകണം. ഒരു ഓപ്പൺ കോൺവെർസേഷന് വേദി ഒരുക്കണം. എവിടെ? ഭവനത്തിനുള്ളിൽ. ഇന്ന് എവിടെയാ തുറന്ന് സംവാദിക്കുവാൻ തക്കമുള്ള വേദി? കുടുംബത്തിലുണ്ടോ? പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, പായൊക്കെ വിരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നിച്ച് കുടുംബത്തിൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കുന്ന വേദി. ഊണുമേശ അല്ലേ? ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന നേരം. ഇന്ന് എവിടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്? വീടിന്റെ 2ാം നിലയിൽ താമസിക്കുന്ന മകനെയോ മകളെയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ തക്കണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് താഴോട്ട് ഇറക്കേണ്ട ഗതികേടാണ് പല കുടുംബങ്ങളിലും ഉള്ളത്. ആ വിധത്തിൽ ഓർത്തുകൊള്ളണം, തുറന്നുള്ള സംഭാഷണത്തിന് വേദി ഒരുക്കണം. 2ാമത് പറയുന്നത് എന്താണെന്നറിയാമോ? മാതാപിതാക്കൾ തന്നെ അറിവ് നേടണം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിന്റെ പ്രൈവസി സെറ്റിംഗ് എന്താണ്, ഇതിന്റെ നേട്ടം എന്താണ്, കോട്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചെടുത്ത് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ തക്കണം, അവരെ പരിശീലിപ്പിക്കണം. 2 or 3 വയസ്സുള്ള കുഞ്ഞ് മൊബൈൽ ഫോൺ തങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും ഭംഗിയായി ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ 4 പേരോട് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരാണ് ഈ കാലഘട്ടത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ. ഓർത്തുകൊള്ളണം, നമ്മുടെ അറിവില്ലായ്മ അത് തെളിയിക്കുന്നത്. എന്നെക്കാളും 3 വയസ്സുള്ള കുഞ്ഞ് അത് ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് പറയുന്നത്. നാം അറിവ് സമ്പാദിച്ച് ഈ കാലഘട്ടങ്ങളോട് അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. 3ാമത് പറയുന്നു, മാതാപിതാക്കൾ തന്നെ നല്ല ഡിജിറ്റൽ റോൾ മോഡലാകണം. സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? അധാർമികമാകുന്ന ബന്ധം, അധാർമികമാകുന്ന ശീലങ്ങൾ, പങ്കാളിയോ മക്കളോ അറയ്ക്കുന്ന അശ്ലീലതകളൊക്കെ നിനക്ക് ഈ രംഗങ്ങളിൽ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഒരു ചുവട് നിനക്ക് പിഴച്ചാൽ, എനിക്ക് പിഴച്ചാൽ 7 അല്ല 70 ചുവട് തലമുറകൾക്ക്
പിഴയ്ക്കുമെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഭീതിയോടെ കണ്ണുനീരോടുകൂടി നമ്മുടെ ഭവനങ്ങളിലെ മുറിവുകളെ ഒന്നാമതായി വെച്ച് കെട്ടാം. കണ്ണു തുറന്നു നോക്ക്, സ്നേഹത്തോടെ വീക്ഷിക്ക്, അതിൽ മനസ്സലിവുണ്ടാകും. ശുശ്രൂഷിക്കുവാനുള്ള പ്രവൃത്തിയും അതിൽ നിന്ന് അങ്കുരിക്കുന്നതാണ്. ഒന്നാമത്തെ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് ഓർമ്മപ്പെടുത്തിയത് എന്താണ്? ശമരിയക്കാരൻ വഴിയമ്പലക്കാരന് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം നിർവഹിക്കപ്പെട്ട രക്ഷയുടെ പാലകരാകുക. ആ രക്ഷ എങ്ങനെ നിർവഹിക്കണം? അതിന് 3 പടികളുണ്ടെന്ന് പറഞ്ഞു. വ്യക്തമായ കാഴ്ച, മനസ്സലിവ്, പ്രവൃത്തി. ഇത് എവിടെ തുടങ്ങണം? അതെൻ്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. രണ്ടാമതും അവസാനവുമായി ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ വാക്ക് ഉപസംഹരിച്ചു കൊള്ളാം. രണ്ടാമതായിട്ട് ശമരിയക്കാരൻ വഴിയമ്പലക്കാരന് നൽകുന്ന നിർദ്ദേശം ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനായി കാത്തിരിക്കുക. ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനായി കാത്തിരിക്കുക. ഈ ഉപമയ്ക്ക് നാം കൊടുക്കുന്ന തലക്കെട്ട് എന്താ? നല്ല ശമരിയക്കാരൻ്റെ ഉപമ. വേദഭാഗത്തിൽ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ നല്ലവനായ ശമരിയക്കാരനൊന്നുമില്ല. നമ്മൾ വായിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വിശേഷണമാണ് നല്ലവൻ, ദ പാരബിൾ ഓഫ് ഗുഡ് സമരിയറ്റൻ. ഈ നല്ലവൻ എന്നുള്ള വിശേഷണത്തിന് ഈ ശമരിയക്കാരൻ യോഗ്യനായി തീരുന്നത് അദ്ദേഹം ചെയ്ത ശുശ്രൂഷ കൊണ്ട് മാത്രമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അല്ല എന്നതാ. കാരണം പ്രാഥമിക ശുശ്രൂഷകൾ നിർവഹിച്ചിട്ട് ഈ മുറിവേറ്റന് ജീവൻ ഭരമേൽപ്പിക്കുന്ന ആരുടെ കയ്യിലേക്കാ? വഴിയമ്പലക്കാരന്റെ കയ്യിലേക്കാണ്. ആ ശുശ്രൂഷ അവൻ ഭംഗിയായി നിർവഹിച്ചില്ല എങ്കിൽ മുറിവേറ്റന് ജീവൻ പോലും അപായപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ശമരിയക്കാരന്റെ ശുശ്രൂഷ പോലും വ്യർത്ഥമായി മാറും. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ വഴിയമ്പലക്കാരൻ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോഴാണ് ശമരിയക്കാരൻ ആരായി തീരുന്നത്? നല്ലവനായി തീരുന്നു. ഓർത്തു വെച്ചോളണം, ക്രിസ്തു എന്നും എപ്പോഴും കാലങ്ങളുടെ നടുവിൽ നല്ലവനായി തീരണമെങ്കിൽ അവനാൽ ഏൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം വിശ്വസ്തയോടെ നിർവഹിക്കണം. എങ്കിൽ മാത്രം അവൻ നല്ലവനായി നിലകൊള്ളും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വഴിയമ്പലക്കാരന്റെ വിശ്വസ്തയെ പറ്റിയാ. വിശ്വസിക്കുവാൻ കൊള്ളുന്നവനായിരുന്നു ഈ വഴിയമ്പലക്കാരൻ. അതിന് വേദഭാഗം നാം നല്ലവണ്ണം പഠിക്കണം. പുതിയ നിയമം പഠിക്കുമ്പോൾ 3 ഇടത്താണ് വഴിയമ്പലങ്ങളെ പറ്റി, സത്രത്തെ പറ്റി ഇൻ എന്നുള്ള പദം ആവർത്തിക്കപ്പെടുന്നത്. അത് 3 അർത്ഥതലങ്ങളിലാണ് പറയുന്നത്. ഒന്നാമതായി കാണുന്ന ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. അവിടെ സന്ദർഭം നമുക്കറിയാം. യേശുതമ്പുരാന്റെ ജനനമാണ്. പശുത്തൊഴുത്തിൽ സത്രത്തിൽ ഇടമില്ലാഞ്ഞതിനാൽ കുഞ്ഞിനെ ശീലകൾ ചുറ്റി ഇവിടെ കിടത്തി പശുത്തൊഴുത്തിൽ കിടത്തി എന്ന് പറയുന്ന സന്ദർഭമാണ് അവിടെ ഒരു സത്രത്തെ പറ്റി കാണുന്നുണ്ടല്ലോ. അതെന്താ അർത്ഥമാക്കുന്നു ചോദിച്ചാൽ, വഴിയാത്രക്കാർക്ക് സൗജന്യമായി ഒരുക്കുന്ന, ഒരു രാത്രി തങ്ങുവാൻ തക്കോണം ഒരുക്കുന്ന ആതിഥേയത്വത്തിന്റെ പേരാണ് അങ്ങനെയുള്ള സത്രം. രണ്ടാമതൊരു സത്രം പരിചയപ്പെടുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായം 23-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ താമസിക്കുന്ന ഒരു സത്രത്തെ പറ്റി പറയുന്നുണ്ട്, ഒരു പാർപ്പിടത്തെ പറ്റി പറയുന്നുണ്ട്. അത് സ്വന്തം ഭവനക്കാർക്ക് ഒരുക്കുന്ന ആതിഥേയത്വമാണ് ആ സത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവരൊരു ദിവസം തങ്ങണമെങ്കിൽ സ്ഥലമില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുറിയാണെങ്കിൽ പോലും ആതിഥ്യ മര്യാദ അനുസരിച്ച് നമ്മൾ അത് ഒഴിഞ്ഞ് അവർക്ക് ആതിഥ്യം അരുളും. ആ വിധത്തിലുള്ള ആതിഥ്യ മര്യാദയാണ് അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. മൂന്നാമത് കാണുന്ന ഈ സത്രം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം ഈ ഉപമയിലാണ്. 34-35 വാക്യങ്ങൾ. ഈ സത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നാം കാണുന്ന അത്യാധുനികമാവുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന ലോഡ്ജിങ് ഫെസിലിറ്റീസ് തത്തുല്യമായി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതിഥി സൽക്കാര കേന്ദ്രങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നൽകുന്ന പണത്തിന്റെ മൂല്യമനുസരിച്ച് എത്ര ദിവസം വേണമെങ്കിലും വഴിയാത്രക്കാർക്കും അവരുടെ കൂടെയുള്ളവർക്കും അവിടെ താമസിക്കാം. എന്തുമാത്രം കൊടുത്താൽ മതി? പണം മാത്രം കൊടുത്താൽ മതി. എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉപമ രേഖപ്പെടുത്തിയുള്ള കാലഘട്ടം പഠിക്കുമ്പോൾ, ജോസീഫസിന്റെയും ജോൺ ഡുനാഹിന്റെയും ഒക്കെ രേഖകൾ വായിക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ വഴിയമ്പല ഉടമകളൊക്കെ അവിശ്വസ്തതയുടെ പാത്രങ്ങളായിരുന്നു. കാരണം അതിഥികളായി കടന്നു വരുന്നവരിൽ നിന്ന് അധികമായി പണം ഈടാക്കുകയും അവരെ നിരന്തരമായി കബളിപ്പിക്കുകയും ചെയ്തിരുന്ന, വിശ്വസിക്കുവാൻ കൊള്ളരുതാത്ത വ്യക്തിത്വങ്ങളായിരുന്നു ആര്? വഴിയമ്പല ഉടമകൾ. അവനെ ആ ശമരിയക്കാരെ അന്ധമായി വിശ്വസിച്ചിട്ട് എന്ത് പറയുന്നത്? 2 വെള്ളിക്കാശ് കൊടുക്കുന്നത്. എന്തെല്ലാം കാരണങ്ങളുണ്ട് വിശ്വസിക്കാതിരിക്കാൻ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, ശമരിയക്കാരൻ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു. നൽകിയ വെള്ളിക്കാശ് എടുത്ത് ദുര്യോപയോഗം ചെയ്തിട്ട് ശമരിയക്കാരൻ പോയി മടങ്ങി വരുമ്പോൾ ഈ വഴിയമ്പലക്കാരൻ വേണമെങ്കിൽ പറയാമായിരുന്നു, നീ ഏൽപ്പിക്കപ്പെട്ടവൻ മരണപ്പെട്ടു പോയി, അവന്റെ ചികിത്സയ്ക്ക് ഇത്രയൊക്കെ ആയി, നീ അത് തന്നുകൊള്ളണം എന്ന് പറഞ്ഞ് അവനെ കബളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുപോലും മറന്ന് അന്ധമായി വിശ്വസിക്കുക. തീരുന്നില്ല, അധികം ചെലവിടുകയാണെങ്കിൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്നുള്ള ഉറപ്പും കൂടി ആര് കൊടുക്കുന്നു?
ശമരിയക്കാരൻ കൊടുക്കുകയാണ്. ഒരു കടം പറഞ്ഞിട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കടം നിയമമുണ്ട്, ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് ലോ ഉണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ നിയമം ഇങ്ങനെയാണ് പറയുന്നത്: കടമുള്ളവൻ കടം മടക്കി നൽകുന്നത് വരെ കടം വാങ്ങിയവന് അടിമയായിരിക്കണം. കടമുള്ളവൻ കടം മടക്കി നൽകുന്നവരെയും കടം വാങ്ങിയവന് അടിമയായിരിക്കണം. ആ തരണത്തിൽ ആരാണ് ഇവിടെ അടിമയാക്കപ്പെടുന്നത്? ശമരിയക്കാരൻ തന്നെ ആ വഴിയമ്പലക്കാരന്റെ മുമ്പാകെ ഒരു അടിമയായി സമർപ്പിച്ച് ദൂരദേശത്തേക്ക് പോകുക. ആർക്ക് വേണ്ടി? പേര് പോലും അറിയാത്ത ഈ മനുഷ്യന് വേണ്ടി. മറുവില, ഈ വിലമതിപ്പുള്ള സ്നേഹമാണ് ക്രിസ്തുവിലും കാണുന്നത്. പരിശുദ്ധ പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ വേദശാസ്ത്രത്തിൽ മറുവില എന്ന് പറയുന്നത്. തന്നെ മറുവിലയായി സമർപ്പിച്ച് പാപങ്ങളിൽ തന്നെ നമ്മെ വീണ്ടെടുത്ത രക്ഷകന്റെ സ്നേഹമാണ് ആ ശമരിയക്കാരനിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണം കൊണ്ട് തന്നെയാണ് സമൂഹം അവിശ്വസനെന്ന് എണ്ണിയിരിക്കുന്ന വഴിയമ്പലക്കാരൻ തന്റെ ഉത്തരവാദിത്തം ഭംഗിയോടെ നിർവഹിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉപമ ഈ വിധത്തിൽ അവസാനിക്കത്തുമില്ലായിരുന്നു. അതുകൊണ്ട് തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നത് ആ ശമരിയക്കാരനിൽ കാണുന്ന ആ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണം തന്നെയാണ്. ഒരു സാമ്പത്തിക വ്യവസ്ഥയിലല്ല ആ മുറിവേറ്റവന്റെ ജീവൻ നിലനിൽക്കുന്നത്, അല്ലെ? കൊടുത്ത കാശിന്റെ പുറത്തല്ല ജീവൻ നിൽക്കുന്നത്, മറിച്ച് ശമരിയക്കാരനും വഴിയമ്പലക്കാരനും തമ്മിലുള്ള വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ ആ ജീവൻ നിലനിൽക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയാം, ഈ ശമരിയക്കാരൻ ഈ വഴിയമ്പലക്കാരനെ തൻ്റെ സഹകാർമ്മികനായി ക്ഷണിക്കുകയാണ് തൻ്റെ ശുശ്രൂഷയുടെ. ക്രിസ്തുവാകുന്ന ശമരിയക്കാരനും എന്നെ നിങ്ങളെയും ക്ഷണിക്കുന്നത് അവൻ്റെ സഹകാർമ്മികരായിട്ടാണ്. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ നീ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ. നമ്മുടെ വിശ്വസ്തതയെ നാം നോക്കണം. വിശ്വസ്തരാണോ ഞാനും നിങ്ങളും? സ്വയം ചിന്തിച്ച് ഉത്തരം പറയണം. ഏത് ബന്ധങ്ങളിലാ വിശ്വസ്തത വേണ്ടാത്തത്? ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എന്തു വേണം? വിശ്വസ്തത വേണം. സൗഹൃദം നിലനിൽക്കണമെങ്കിലോ വിശ്വസ്തത വേണം. മനുഷ്യബന്ധങ്ങളിൽ മാത്രമല്ല, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലും എന്തു വേണം? വിശ്വസ്തത വേണം. ആദ്യ പിതാക്കന്മാരായ ആദമും ഹൗവയും ചെയ്ത പാപം എന്താ? അനുസരണക്കേട്, തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നു. ചെറുപ്പം മുതലേ എൻ്റെ ഒരു സംശയമാണ്. ആ സംശയമൊക്കെ തീർന്നു. വൈദിക പഠനം നടത്തിയ സമയത്തൊക്കെ അതിൻ്റെ ഉത്തരം കിട്ടി. സംശയം എങ്ങനെയാണ്? നിങ്ങൾക്കും ഒരുപക്ഷെ ചിന്തിച്ച് കാണുമായിരിക്കും. യഹോവയായ ദൈവം എല്ലാം അറിയുന്നതിന് കൊച്ചിലത്തെ ചിന്തയാണേ, നിങ്ങളത് ബാലിശമായിട്ട് തന്നെ കരുതണം. യഹോവയായ ദൈവം എല്ലാം അറിയുന്നവനാണേ. ഈ ഏദൻ സൃഷ്ടിച്ച സമയത്ത് ആ 2 വൃക്ഷം നട്ടപ്പോൾ അതിൽ ഒന്ന് നല്ല വൃക്ഷമാണ്. ആ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷം അവിടെ നടാതിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നു? സത്യമല്ലേ ഞാൻ പറഞ്ഞ്? കുഞ്ഞായിരുന്നു, എൻ്റെ ബാലിശ്യമായ ചിന്തയാണ്. ആ വൃക്ഷം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകത്തില്ലായിരിക്കാം, അല്ലേ? പിതാക്കന്മാർ ഇതിനും ഭംഗിയായി ഉത്തരം നൽകുന്നുണ്ട്. എന്താ പിതാക്കന്മാരുടെ വ്യാഖ്യാനം എന്നറിയാമോ? പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം തന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനിൽ, ആദനിൽ ഒരു വിശ്വാസം അർപ്പിച്ചു. എന്താ വിശ്വാസം? തന്റെ വാക്ക് കേട്ട് അവൻ അനുസരിക്കുമെന്ന്. ദൈവത്തിന്റെ വാക്ക് എന്തായിരുന്നു? ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. അവൻ ചെയ്തത് എന്താ? ആ വാക്ക് ലംഘിക്കുന്നു. ദൈവവുമായിട്ടുള്ള, യഹോവയുമായിട്ടുള്ള വിശ്വാസത്തിൽ ഭംഗം വരുത്തുകയാണ്. അനുസരണക്കേടെന്ന് പറയുമ്പോൾ യഥാവണ്ണം നാം കാണുന്നത് വിശ്വാസത്തിലുള്ള ഭംഗം തന്നെയാണ്. പ്രിയമുള്ളവരെ, അതിന്റെ കാരണത്താൽ ആദവും ഹൗവയും പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഈ വിശ്വാസ ലംഘനം തന്നെ എന്നും എപ്പോഴും തുടരെ നമ്മുടെ ജീവിതങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് ഇന്നുള്ളത് ഒരു ഭക്തിയുള്ള മനസ്സൊന്നുമല്ല, വിഭക്തി മനസ്സാണ്. ഒരു തരത്തിൽ പറയും, മറ്റൊരു തരത്തിൽ ചിന്തിക്കും, വേറെ തരത്തിൽ പ്രവർത്തിക്കും. എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും ക്രിസ്തുവിനെ പറ്റി വാചാലരാകും. സ്വജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ലെവലേശം പോലും ആത്മാർത്ഥതയില്ലാത്തവരായിട്ടാണ് നാം ജീവിക്കുന്നത്. എന്തിനേറെ, സാധാരണ ജീവിതത്തിൽ കാട്ടുന്ന ആത്മാർത്ഥത പോലും നമ്മുടെ ആരാധന അനുഭവങ്ങളിൽ നാം കാട്ടാറില്ല. ശരിയല്ലേ? ഉദാഹരണമുണ്ട്. നമ്മുടെ ആരാധനയിൽ പ്രധാന ഭാഗങ്ങളിലെല്ലാം പ്രധാന കാർമ്മികൻ ശുഭഹോ ചൊല്ലും. നമ്മൾ എന്തോ പ്രതിവാക്യം ചൊല്ലുന്നത്? ശുഭഹോല ബോല ബ്രൂവൽ റൂഹോ കാദീശോ. ഈണത്തിൽ ചൊല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ അതിൻ്റെ പ്രതിവാക്യം നമുക്ക് അറിയാം. വിശുദ്ധ കുർബാനയിൽ പ്രധാന സന്ദർഭങ്ങളിലൊക്കെ
പ്രധാന ശുശ്രൂഷൻ ചൊല്ലും, അട്ടഹസിക്കും സ്തൗമൻ കാലോസ് എന്ന്. നമ്മൾ എന്ത് പറയും? കുറിയലായസ് എന്ന് പറയും. അപ്പവീഞ്ഞുകൾ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച ശേഷം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിൽ കാർമേൻ ചൊല്ലുകയാണ്, ഈ അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. നമ്മൾ എന്ത് പറയും? ആമീൻ എന്ന് ചൊല്ലും. ചോദിക്കട്ടെ, ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ദേവാലയത്തിൽ നിന്ന് ചൊല്ലുന്ന സുറിയാനി പദത്തിൻ്റെ ഒക്കെ? നമ്മൾ നിന്ന് ആരാധിക്കുകയാണെങ്കിലും, കസരയിൽ ഇരുന്ന് ആരാധിക്കുകയാണെങ്കിലും, നിന്നുറങ്ങുകയാണെങ്കിലും, തൂണെ ചാരി ഉറങ്ങുകയാണെങ്കിലും, ശുഭഹോ കേട്ടാൽ ഉറക്കത്തിലായാലും ഉണർന്ന് നമ്മൾ എന്തോ പറയും? മെനവോലം ചൊല്ലും. ഹോഷോ ബബുകൂലസുമാ ലോൽമീൻ എന്ന് കേട്ടാൽ എവിടെയായാലും നമ്മൾ ആമീനും ചൊല്ലും. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിങ്ങനെ പറയുന്നതാണ്. തെറ്റെന്നല്ല പറഞ്ഞത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ എത്രമാത്രം ആലോചന ഇല്ലാതാണ് ആരാധനയിൽ നിൽക്കുന്നത്. മറിച്ച് സാധാരണ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മളോട് പറയുക, സഹോദര സഹോദരി, എനിക്കൊരു 30,000 രൂപ കടം തരാമോ? ഈ ചോദ്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മറുചോദ്യങ്ങൾ ഉണ്ടാകുന്നത്, ഇത്രയെല്ലാം ആലോചനകൾ ഉണ്ടാകുന്നത്. ഈ പണം എന്തിനാണ്? കൊടുത്താൽ കിട്ടുമോ? വിശ്വസിക്കാമോ? പല രീതിയിലുള്ള പര്യാലോചന ഉണ്ടാകുമ്പോൾ ആരാധനയിൽ നാം ചേരുമ്പോൾ ഒരു ആലോചനയും ഇല്ലാതെ നിഷ്ക്രിയരായി നിശബ്ദരായി നാം ഇങ്ങനെ നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, അല്പം ആത്മാർത്ഥത നമ്മുടെ ആരാധന ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു ശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ ഒരുക്കപ്പെടുന്നുവെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി നിലകൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവം എന്നും അന്വേഷിക്കുന്നത് തന്നോട് വിശ്വാസാർഹമുള്ള ഹൃദയമുള്ള മനുഷ്യരെയാണ്. വേദപുസ്തകം ചരിത്രം നോക്കിക്കേ, ദൈവം തെരഞ്ഞെടുത്തുള്ള ദൈവപുരുഷന്മാർ, അവരുടെ പട്ടികയിൽ സാധാരണ ജനങ്ങളുണ്ട്, ആ സമ്പത്തുള്ളവരുണ്ട്. അവൻ തെരഞ്ഞെടുത്തുള്ളവരിൽ ആകാര വെടിവോ സൗന്ദര്യമുള്ളവരോ സാമ്പത്തികമുള്ളവരോ ഒന്നുമല്ല, ഒറ്റ ക്വാളിറ്റി മാത്രമേ നോക്കിയിട്ടുള്ളൂ. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ ഇവൻ കൊള്ളുന്നവനാണോ എന്ന്. തന്നോട് വിശ്വാസാർഹമായ പ്രവൃത്തി നിർവഹിക്കുവാൻ തക്കവണ്ണം ബോധ്യമുള്ളവരെയാണ് ദൈവം എന്നും എപ്പോഴും തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നാം മറന്നു പോകരുത്. ഈ ലോക ജീവിത യാത്രയിൽ നമ്മളെ എന്തെല്ലാം നിയോഗങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ അമ്മ, അല്ലെ? ഒരു അപ്പൻ എന്ന നിലയിൽ അപ്പൻ, ഒരു വൈദികൻ എന്ന നിലയിൽ വൈദികൻ, ഒരു വൈദ്യൻ എന്ന നിലയിൽ വൈദ്യൻ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപകൻ, വ്യവസായി എന്ന നിലയിൽ വ്യവസായി. ഏത് മേഖലയുമായിക്കൊള്ളട്ടെ, ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഒത്തിരി ഭയത്തോടെ വിറയലോടും കൂടി ആ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ, വിശ്വസതയോടെ നിർവഹിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം അല്ല, എൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് മുമ്പാകെ നീതിയോടുകൂടി നിലകൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഈ നിയോഗങ്ങൾ നിർവഹിക്കണമെങ്കിൽ അല്പം പ്രയാസമാണ്, അല്ലേ? ജനിച്ച് മരിക്കുന്നത് വരെ വിശ്വാസാർഹമായ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമാണ്. അവരുടെ ജീവിതത്തിൽ നിരന്തരമായ സഹനങ്ങൾ കടന്നു വരും. ദൈവ പുരുഷന്മാരുടെ ചരിത്രം തന്നെ നോക്കിയാൽ മതി. അബ്രഹാം പിതാവ് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് ആ നിയോഗം പൂർത്തീകരിക്കാൻ തക്കോണം സ്വന്തം ദേശവും ചാർച്ചക്കാരെയും വിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. നോഹ എന്ന് പറയുന്ന മനുഷ്യൻ നീതികെട്ട സമൂഹത്തിൽ ജീവിച്ച് അവർക്കെതിരെ ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് പെട്ടകം പണിയാൻ പോയപ്പോൾ ആ സമൂഹം അവനെ പരിഹസിച്ചു. എലിയ പ്രവാചകനെ പറ്റി നമുക്കറിയാം. വിഗ്രഹങ്ങൾക്കെതിരെ ശക്തമായി അരുളപ്പാട് അറിയിച്ചപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ജീവൻ കൊണ്ട് ഓടിപ്പോയ ഒരു പ്രവാചകനായിട്ട് കാണുന്നുണ്ട്. രാജാവ് നൽകുന്ന ഭോജനവും പാനീയവും തന്റെ ജീവിതത്തെ അശുദ്ധമാക്കുന്ന വെളിച്ചത്തിൽ ദാനിയേൽ അത് നിരാകരിച്ചപ്പോൾ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. അപ്പോസ്തലന്മാരോ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ടോടെ പല വിധത്തിലുള്ള വധം, പരിഹാസങ്ങൾ, തുപ്പൽ, പല വിധത്തിലുള്ള യാതനകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു അമ്മ തൻ്റെ ഉത്തരവാദിത്തം വിശ്വസ്തയോടെ നിർവഹിക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം ത്യാഗം സഹിക്കണം. കൂടെ അപ്പനും. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, ലോകത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് അമ്മയ്ക്ക് വന്നിരിക്കുവാൻ ദൈവത്തിന് വന്നിരിക്കുവാൻ നേരമില്ലാഞ്ഞതിനാലാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചത്. വിശ്വാസാർഹമായി ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തിൽ മക്കളെ പരിപാലിച്ച് വളർത്തി വരുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്ക് സാധിക്കണം. അതല്പം പ്രയാസമാണ്. ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരും. മറിയം എന്ന് പറയുന്ന ആ മാതാവിന് മുമ്പാകെ വായിച്ച ഏവെങ്കേലിയൻ ഭാഗത്തിൽ നാം കാണുന്നുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ സമ്മതം മൂളിയോ അന്ന് മുതൽ സഹനങ്ങളുടെ പരമ്പര മാത്രമേ ഉള്ളൂ അമ്മയുടെ ജീവിതത്തിൽ കാണുവാൻ തക്കോണം സാധിക്കുന്നത്.
ദൈവത്തോട് വിശ്വസ്തയോടെ ഏൽപ്പിച്ച നിയോഗങ്ങൾ നിർവഹിക്കുന്ന ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരും. യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓർത്തു വെച്ചോളണം പ്രിയമുള്ളവരെ, ഈ സഹനങ്ങളുടെ അന്ത്യം പരമാനന്ദമാണ്, ആനന്ദമാണ്. വീട്ടിൽ ചെന്ന് പരിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വായിച്ചു നോക്കണം. അല്പകാലത്തേക്കുള്ള സഹനങ്ങൾ, ഈ സഹനങ്ങളുടെ സാങ്കത്യം എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ വിശ്വാസത്തിന്റെ ശോധനയാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തവണ സാധിക്കും. ദൈവപുരുഷന്മാരുടെ ചരിത്രത്തിൽ കൂടി നോഹയും കുടുംബവും മാത്രം അത് പ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. അബ്രഹാം വിശ്വാസത്തിലുള്ള പിതാവായി മാറുക. ഏലിയാവ് ദൈവത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവനായി തീരുക. ദാനിയേൽ മുഖാന്തരം ഒരു രാജ്യം മുഴുവനും യഹോവയിൽ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാർ ഇന്നും തുടരുന്ന മധ്യസ്ഥന്മാരായി നിലകൊള്ളുക. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുന്നവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമെങ്കിലും അന്ത്യം ആനന്ദമാ. അതിൽ മറ്റൊരു ഉത്തരം ഇല്ല എന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വിശ്വസ്തയോട് ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ തക്കോണം ഇടയാകണം. യേശുദമ്പുരാൻ പഠിപ്പിക്കുന്ന 2 ഉപമകളുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിന്റെ ആശയം ഒന്നെന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ്. രണ്ടാമത്തെ ഉപമ ലൂക്കോസ് ഏവങ്കലിസ്റ്റിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. ഈ 2 ഉപമയിൽ പങ്കുവെക്കുന്ന ആശയം ഒന്നാണ്. യജമാനൻ കുറെ കാര്യങ്ങൾ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. മടങ്ങി വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വിളിക്ക് യോഗ്യത ലഭിക്കുന്ന ആരാ? ഉത്തരവാദിത്തം വിശ്വസ്തയോടെ നിർവഹിച്ചവരാ. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതയാത്രയിൽ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ അവനെ 2ാമത്തെ വരവെങ്കിൽ ഞാനും നിങ്ങളും വിളിക്കുന്ന വിളിക്ക്, ഉത്തമരും നല്ലവരുമായ ദാസ് എന്ന വിളിക്ക് യോഗ്യത ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. ഈ ഉപമയിൽ പറയാത്ത ഒരു രംഗം കൂടിയുണ്ട്. ഞാൻ പറയുന്ന വാചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുത്തിയെടുക്കണം. മുറിവേറ്റവൻ തൻ്റെ ശുശ്രൂഷയിൽ കൂടി, വഴിയമ്പലക്കാരൻ്റെ ശുശ്രൂഷയിൽ കൂടി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അവരെവിടെയാണ്? വഴിയമ്പലത്തിൽ ഇരിക്കുകയാണ്. മുറിവേറ്റവനും വഴിയമ്പല ഉടമയും കൂടി വഴിയമ്പലത്തിൽ ഇരിക്കുമ്പോഴാണ് ദൂരദേശത്തേക്ക് പോയ ശമരിയക്കാരൻ തന്റെ വാഹനത്തിൽ മടങ്ങി വരുന്നത് കാണുന്നത്. അപ്പോൾ ഈ വഴിയമ്പലക്കാരൻ ഈ മുറിവേറ്റവൻ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും, ഡോ താൻ അങ്ങോട്ട് നോക്കിക്കേ, ആ വരുന്നവനെ കണ്ടോ, അവനാണ് നിന്നെ അന്ന് ആ വഴിയരികിൽ നിന്ന് രക്ഷിച്ച് എൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച നിന്റെ രക്ഷകൻ. പ്രിയമുള്ളവരെ, ഇതായിരിക്കണം ഒരു നല്ല കാവലുടമയുടെ ഉത്തരവാദിത്തം. ലോകരക്ഷകനാകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് മറ്റുള്ളവനോട് നീ പറയണം, അവനാണ് നിന്റെ രക്ഷകനെന്ന്. ശിമയോൻ എന്ന് പറയുന്ന പടുവൃദ്ധൻ ദേവാലയത്തിനുള്ളിൽ യേശു കുഞ്ഞുവിനെ കയ്യിലേറ്റിക്കൊണ്ട് പറഞ്ഞത് ഇത് തന്നെയാണ്, എൻ്റെ കണ്ണ് എൻ്റെ രക്ഷയെ കണ്ടുവല്ലോ എന്ന്. രക്ഷകനെ ചൂണ്ടിക്കാട്ടുവാൻ തക്കവണ്ണം, സമൂഹത്തോടെ ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ തക്കവണ്ണമുള്ള ബോധ്യവും വിചാരവും രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് എല്ലാ കാവൽക്കാരും. പ്രിയമുള്ളവരെ, വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഞാൻ 2 ചിന്തകൾ ഓർമ്മപ്പെടുത്തിയത്. ശമരിയക്കാരൻ വഴിയമ്പലക്കാരൻ നൽകിയ 2 ആഹ്വാനങ്ങൾ. ഒന്നാമത് പറഞ്ഞു, നിർവഹിക്കപ്പെട്ട രക്ഷയുടെ പാലകരാകുക. എങ്ങനെ ചെയ്യണം ആ ശുശ്രൂഷ? ഞാൻ ചെയ്ത ശുശ്രൂഷ അതേപോലെ തന്നെ തുടരണം. 3 പടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. വ്യക്തമായ കാഴ്ച, മനസ്സലിവ്, ഒപ്പം അതിനൊത്തവണ്ണമുള്ള പ്രവൃത്തി. ഇതെവിടെ തുടങ്ങണം? കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. രണ്ടാമത് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇത്രയേ ഉള്ളൂ, ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനായി അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ വിശ്വസ്തയോടെ ഈ ലോകത്തിൽ പൂർത്തീകരിക്കണം. പൂർത്തീകരിച്ച് അവന്റെ 2ാമത്തെ വരവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമെന്ന വിളിക്ക് ഞാനും നിങ്ങളും യോഗ്യത നേടണം. ഒരിക്കൽ കൂടി ഈ ഉപമയിലെ നായകൻ ആരാ? ദ ഹീറോ ഓഫ് ദ പാരബിൾ ആരാ? ശമരിയക്കാരനാ. ഈ നായകത്വം നിലനിൽക്കുന്നത് ആരിൽ കൂടിയാ? വഴിയമ്പലക്കാരൻ കൂടിയാ. തൻ്റെ ഉത്തരവാദിത്തം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ലവരെന്നുള്ള വിശേഷണം ലഭിക്കുന്നത്, അതിന് യോഗ്യനായി തീരുന്നത് വഴിയമ്പല ഉടമ തൻ്റെ ഉത്തരവാദിത്തം വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളണം, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാളുകളിൽ അത്രയും തന്നെ എന്നാൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നീ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ ക്രിസ്തു എന്നും എപ്പോഴും സമൂഹമധ്യേ നായകനായി മറ്റുള്ളവന് മുമ്പാകെ രക്ഷകനായി നിലകൊള്ളും. ആ രക്ഷകനെ സമൂഹത്തിന് മുമ്പാകെ ചൂണ്ടിക്കാട്ടുവാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇടയാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നല്ല കാവൽ ഹൃദയമുള്ളവരായി ഞങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ ശരീരം കൊണ്ട് നിന്നെ വഹിക്കുമ്പോൾ മറ്റുള്ളവന് നിന്നെ പകർന്നു കൊടുക്കുവാൻ അവനെ ചൂണ്ടിക്കൊണ്ട് ഇതാണ് എൻ്റെ രക്ഷകനെന്ന് പകർന്നു കൊടുക്കുന്ന സുവിശേഷത്തിൻ്റെ വാഹകരായി തീരുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.